ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ചൊട്ടച്ചാനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ചൊട്ടച്ചാൻ, എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അറ്റാക്ക് ചെയ്യാം വൈറ്റൽ പോയിന്റിൽ. അപ്പോൾ ആദ്യം നമുക്ക് ചൊട്ടച്ചാൻ എന്താണെന്ന് കാണാൻ പരിചയപ്പെടാം. ഇതാണ് ചൊട്ടച്ചാൻ എന്ന് പറയുന്നത്. ചൊട്ട എന്ന് പറയുന്നതിൻ്റെ പേര്, ചാൻ എന്ന് പറയുന്ന മെഷർമെന്റ് അളവ്. അപ്പൊ ഇതാണ് ചൊട്ടച്ചാൻ. ഇതൊരു തടി കഷ്ണമാണ്. ഇത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി നിങ്ങൾക്ക് എവിടെ പോകുമ്പോഴും കയ്യിൽ കരുതാം. തടി കഷ്ണമാണ്. ആയുധങ്ങൾ കൊണ്ട് എവിടെ പോകുമ്പോഴും അത് നമുക്കറിയാം, വളരെ ലീഗൽ പ്രൊസീജിയർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്തായാലും സേഫ്റ്റി ആയിട്ട് കയ്യിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് ചൊട്ടച്ചാൻ. എൻ്റെ ബൈക്കിന്റെ ചാവിയിൽ ഒരു ചൊട്ടച്ചാന്റെ പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നോക്കി, ഈ കീ ചെയിൻ്റെ കൂടെ. അപ്പൊ ഇത് കാണുമ്പോൾ തടി കഷ്ണമാണ്, പക്ഷെ ഇതുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നവർക്ക് അറിയാം എത്ര വേദനയുണ്ട്, പെയിൻഫുള്ളാണ്. ഉദാഹരണത്തിന് ഇദ്ദേഹം എന്നാ അറ്റാക്ക് ചെയ്യാൻ പോലെയാണ്, തല്ലാനോ വെട്ടാൻ പോലെയാണ്. അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു സൂചന കൊടുക്കാം, എന്താണ് ചൊട്ടച്ചാനെന്നും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ നിൽക്കുന്ന വ്യക്തിനെ നമുക്ക് കിക്കും പഞ്ചും ചെയ്യേണ്ട. നോക്കിയേ, ചൊട്ടച്ചാൻ എങ്ങനെ കൈവച്ചിരിക്കണം നോക്കിയേ. പറഞ്ഞ പോക്കറ്റിൽ എടുക്കുക, സംസാരിക്കുക. ജസ്റ്റ് പ്രഷർ പോയിന്റ് അറിഞ്ഞിരിക്കണം. അതിനുള്ളൊരു പ്രഷർ പോയിന്റ് അറിയാനായിട്ടുള്ളൊരു പ്രിന്റോടെ നമുക്ക് തരാം. ആ പ്രിന്റോട്ടിൽ 107 വൈറ്റൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൂടാതെ 12 പടുമർമ്മം എന്ന് പറഞ്ഞാൽ ഡെത്ത് പോയിന്റ് ആണ് 12. അത് ഞാൻ മാർക്ക് ചെയ്തതാണ്. ഓക്കെ, ജസ്റ്റ് സംസാരിച്ചിരിക്കാം. സോ അപ്പൊ എവിടെ കുത്തിയിരിക്കുന്നത്? ചെസ്റ്റിൽ. ഇവിടെ മർമ്മങ്ങളായിരിക്കുള്ളത് സ്തനമൂലം, സ്തനരോഗമുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. മർമ്മങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ല അടങ്ങിൽ കേൾക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് ഇദ്ദേഹം എല്ലാ ഷോൾഡറിനൊന്ന് പിടിച്ചു. ഓക്കെ, ഷോൾഡറിനെ പിടിച്ചു കഴിയുമ്പോൾ ഇവിടെ പിടിവലിയല്ല ആവശ്യം. നമ്മൾ എന്തിനാ മരണം പഠിക്കുന്നത്? പിടിവലിക്കാണോ അല്ല തല്ലുകൊള്ളാൻ വേണ്ടിയല്ലോ മരണം പഠിക്കുന്നത്. നോക്കിയേ, ജസ്റ്റ് ചൊട്ടച്ചാൻ ഉണ്ടെങ്കിൽ എടുക്കുക, തട്ടിവിടാം പ്രായം. അപ്പൊ എവിടെയൊക്കെ തട്ടിയേക്കാണ്? മുട്ട് മർമ്മം. നോക്കിയേ, മുട്ട് മർമ്മത്തിനാണ് നമ്മൾ തട്ടിവിട്ടു. ഫേസിലേക്ക് നോട്ടുണ്ടെങ്കിൽ അറിയാലോ, ചെന്നി കാണുന്ന 2 വിരൽ മുകളിലായിട്ട് പൊരിച്ചിൽ മർമ്മം. ചെന്നൈയിലും പൊരിച്ചിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പറയേണ്ട, സ്പോർട്ടിലെ ആൾക്കാർ ജീവനും കൊണ്ട് ഓടും. കാരണം അത്ര വേദന പെയിൻഫുൾ ആയിരിക്കും. ഇപ്പൊ ചെന്നിമർമ്മത്തിലെ നോക്കി സംസാരിച്ചൊക്കെ ചെന്നിമർമ്മ തട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാൻ എങ്ങനെയാണ്. റൈറ്റ്. അപ്പൊ സ്പെഷ്യലായിട്ട് ഇപ്പൊ നമ്മളൊരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ കിക്കും അറ്റാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിരല് ഒടിയാനോ ഫ്രാക്ചർ ആവാനോ ലിഗമെന്റ് ടെൻഡന്റ് വെക്കാം, ലിഗമെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ചൊട്ടച്ചാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചൊട്ടച്ചാൻ കഴിഞ്ഞിട്ട് നോക്കി. പിടി, ഞാൻ നേരത്തെ പറഞ്ഞ പിടി വലി നമുക്ക് വേണ്ട. ചൊട്ടച്ചാൻ കഴിഞ്ഞ് ജസ്റ്റ് അപ്പോൾ പറയാ ഇത് വിടാം. അതിന്റെ അവിടെ എത്തിയത് കൈച്ചുരുൾ മർമ്മം. അപ്പൊ എവിടെയാണ് കൈച്ചുരുൾ മർമ്മം? മുട്ടിന്റെ ഇവിടുന്ന് 3 അങ്കുലം താഴെയായിട്ട് നോക്കിയ കൈച്ചുരുൾ മർമ്മം. റൈറ്റ്. അപ്പോൾ ചൊട്ടച്ചാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിനൊരു ഹോള്, ഈ ചൊട്ടച്ചാൻ്റെ ഇതിന് ഹോള് ഉണ്ടാക്കിയിട്ട് ആ ഹോളില് കീ ചെയിനൊക്കെ എന്തെല്ലാം കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടിട്ട് നമുക്ക് കാറിന്റെയോ ബൈക്കിന്റെയൊക്കെയോ അതിന്റെ കൂടെ കീ ചെയിനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോ ഇതാണ് ചൊട്ടച്ചാൻ. ഇതൊരു 6 ജോഡി എന്ന് പറയുമ്പോൾ ഇത് പല രീതിയിലാണ് പല വൈറ്റൽ പോയിന്റിൽ. ഇപ്പൊ പടുമർമ്മം, തൊടുമർമ്മം, അങ്ങനെ ഓരോ വൈറ്റൽ പോയിന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്കൊരു 6 ജോഡി എന്ന് പറഞ്ഞാൽ 12 പീസ് ഉണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ചൊട്ടച്ചാൻ കിട്ടും, അതിന്റെ അളവ് തരും, മെഷർമെന്റ് തരും. പലരും ഞാൻ എന്താ അളവ് മെഷർമെന്റ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അത് നേരെ വേണമെന്നത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പേരില് ചൊട്ടച്ചാൻ ആവശ്യമുള്ളവർ വിളിക്കാം. ഇത് 6 ജോഡി 12 പീസ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മളത് ബൈ പോസ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്നതാണ്. അതുകൂടാതെ അതിന്റെ കൂടെ ഇപ്പൊ ചൊട്ടച്ചാൻ കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ, കാരണം മർമ്മം പഠിക്കണ്ടേ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ 107 മർമ്മ പോയിന്റ്, 107 മർമ്മ പോയിന്റ് എവിടെയാണ്, എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, ആ പോയിന്റിൽ നമ്മൾ എത്ര അങ്കുലത്തിലാണ് പ്രഷർ കൊടുക്കേണ്ടത്, ഇനി പ്രഷർ കൊടുക്കണോ അല്ലെങ്കിൽ നമ്മൾ ചൊട്ടച്ചാൻ വെച്ചിട്ടാണോ കൊടുക്കണോ, ഓരോരോ ഏരിയയിൽ. ഓക്കെ, ഇപ്പൊ ഇതൊരു സ്കാപ്പുല. ഇത് സ്കാപ്പുല. ഈ സ്കാപ്പുലയില് നമ്മ ഫിംഗർ കൊണ്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വിരല് ഒടിയാനോ അല്ലെങ്കിൽ ലിഗമെന്റ് ടീർ വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് സ്കാപ്പുല. അപ്പൊ ഈ സ്കാപ്പുലയിൽ നമ്മൾ എങ്ങനെ വിരലിൽ കൊണ്ട് അറ്റാക്ക് ചെയ്യും? വിരലോട്ട് അറ്റാക്ക് ചെയ്തിരുന്ന എല്ലാം ബോണില്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ വിരല് ഫ്രാക്ചർ ആവാനോ ലിഗമെന്റ് ടീർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോക്കിയേ, ആ ബോണില് സ്കാപ്പുലയിൽ നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യണം? ചൊട്ടച്ചാൻ വെച്ച് അറ്റാക്ക് ചെയ്യണം. നോക്കിയേ, ഇദ്ദേഹം നമ്മൾ അടിക്കുന്നു. അപ്പൊ ഈ സ്കാപ്പുല കാണിച്ചു, സ്കാപ്പുല എങ്ങനെ അറ്റാക്ക് ചെയ്യണം? ഫിംഗർ വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ ലിഗമെന്റ് ടീർ വരും. ഇത് പ്രാക്ടിക്കലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ബോണില് ചൊട്ടച്ചാൻ ഉപയോഗിക്കാം. സ്കാപ്പുല പോയിന്റ്
ഇപ്പൊ ഇതേ നമ്മൾ അടിക്കാൻ പറ്റും അടിച്ചോ. നമ്മൾ നേരെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, നേരെ തട്ടി വിട്ടിട്ട് നോക്കിയേ ചൊട്ടക്കപ്പച്ച സ്കാപ്പിലേക്ക്. അപ്പൊ ചൊട്ടക്കപ്പച്ചാനെ കുറിച്ച് പറഞ്ഞു, അതൊരു തടിക്കഷ്ണമാണ്. 6 ജോഡി 12 പീസ് ഉണ്ട്. ആവശ്യമുള്ളതിലേക്ക് വിളിക്കാം. അതിന്റെ കൂടെ 107 മർമ്മ പോയിന്റ്, 107 മർമ്മ പോയിന്റിന്റെ ഒരു പ്രിന്റ് ഔട്ട് അതിന്റെ കൂടെ ഞാൻ അയച്ചു തരാം. അപ്പൊ ഈ പ്രിന്റ് ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മർമ്മം, പടുമർമ്മം എന്താണ്, കൊടുമർമ്മം എന്താണ്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. റൈറ്റ്? ഓക്കെ. അപ്പൊ എവിടെയൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്യുന്ന രീതികൾ, ബോഡിയിൽ എവിടെയൊക്കെ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് പ്രിന്റ് ഔട്ട് കാണാൻ മനസ്സിലാവും. റൈറ്റ്? അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും പരിചയപ്പെടാം. നന്ദി, നമസ്കാരം.